ചൂട് സമയത്ത് ക്ഷീണവും ദാഹവും മാറാനായാലും നോമ്പ് തുറക്കുന്ന സമയത്തായാലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് അനക്കാൻ നിൽക്കണ്ട. ഇതുപോലെ കുറച്ചൊന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കാരമലൈസ് ചെയ്യേണ്ടത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, കരിഞ്ഞൊന്നും പോവരുത്. ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചെറു ചൂടായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കാരമലിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മേത്തേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചായിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കട്ട പിടിച്ചു എന്ന്. കുഴപ്പമില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പാല് ചൂടാവുന്നതിനനുസരിച്ച് ഇത് അലിഞ്ഞ് ചേർന്ന് വന്നോളും. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ തന്നെ അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ അലിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ 2 കപ്പ് പാലും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇവിടെ 3 കപ്പ് പാല് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പാല് തിളച്ച് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പാല് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് പാല് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ ചൂടാക്കിയതോ ഏത് ടൈപ്പ് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കസ്റ്റേർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സെയിം ക്വാണ്ടിറ്റി തന്നെ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. അതുപോലെ തന്നെ പാലൊന്നും കൂടെ തിളച്ച് വരും. ആ ഒരു സമയം വരെ മാത്രം ഇത് ചൂടാക്കിയാൽ മതി. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു ഡ്രിങ്കിലേക്ക് നമ്മൾ ചവ്വരി അല്ലെങ്കിൽ സാബൂനരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പേൾസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ വലുപ്പത്തിൽ കിട്ടുന്നത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ആ ഒരു ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം 15 മിനിറ്റ് നേരം എടുത്തിരുന്നു ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിത് അപ്പം തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്പം തന്നെ ഇതിലേക്ക് സാധാരണ വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമോ നമുക്ക് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് നിർത്താനും അതുപോലെ തന്നെ ഇതിങ്ങനെ കട്ട പിടിക്കാതിരിക്കാനും അത് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഇപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. ഇതുപോലെ ചൂടാറി വരുമ്പോൾ ഒരല്പം കൂടെ കട്ടിയായിട്ട് വരും. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് സബ്ജ സീഡ് അല്ലെങ്കിൽ കസ്കസ് എന്ന് പറയുന്ന സാധനമാണ്. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കസ്കസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 3/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. ഒരു 10 മിനിറ്റൊക്കെ സോക്ക് ചെയ്താൽ മതിയാകും. ചൂട് സമയത്ത് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ഡയറ്ററി ഫൈബർ ഉള്ളതും അതുപോലെ തന്നെ നമ്മളുടെ ശരീരം തണുപ്പിക്കാനും സഹായിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ.
ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 തുള്ളി മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബട്ടർ സ്കോച്ച് എസൻസാണ് ഞാനിവിടെ ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാകും. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ടർ സ്കോച്ച് ഫ്ലേവറിലായതുകൊണ്ടാണ് ആ ഒരു എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ ഒരു രീതിക്ക് ഇപ്പം തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. തണുപ്പിച്ചിട്ടാകുമ്പോഴാണ് രുചി ഒന്നും കൂടെ കൂടുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഏകദേശം 1 മണിക്കൂറോളം തണുപ്പിച്ചിരുന്നു. അതിനുശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല തണുത്ത പാലോ അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളമോ ചേർത്തിട്ട് കൺസിസ്റ്റൻസി റെഡിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ തേനോ ചേർത്തിട്ട് മധുരം കണക്കാക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡ്രിങ്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് സമയത്ത് ഇതൊരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ ശരിക്കും എല്ലാ ക്ഷീണവും മാറാനും അതുപോലെ തന്നെ വിശപ്പ് മാറാനും ദാഹം മാറാനും ഒക്കെ സഹായിക്കും. ഒരു ലൈറ്റ് മധുരം മാത്രമേ ഇതിനുണ്ടാകുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.